എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഐ ഓഫ് ദ മിഡ്നൈറ്റ് സണ്ണിനെ എതിർക്കാൻ റോയൽ നൈറ്റ് എന്നൊരു പുതിയ ടീമിനെ ക്രിയേറ്റ് ചെയ്യുന്ന ടെസ്റ്റ് ആണ്. അക്വാഡിയർ ക്യാപ്റ്റൻ അടങ്ങുന്ന ടീം ഐയെ തോൽപ്പിച്ച് യുനോയുടെ ടീമായിട്ടുള്ള പി അതിൽ വിജയിക്കുന്നു. അങ്ങനെയെല്ലാം അവസാനിച്ചപ്പോ മിസ്റ്റീരിയസ് മാച്ച് ആയിട്ടുള്ള സെറിക്സ് അവിടെ നിന്നും പോകുന്നു. അപ്പോഴാണ് വിസാർഡ് കിങ് അങ്ങോട്ട് വരുന്നത്. നിന്റെ ട്രാപ്പ് മാജിക്കും നിന്റെ നോളജും ഞങ്ങൾക്ക് ആവശ്യമാണ്. ഈ എക്സാം അവസാനിച്ചെങ്കിലും നീ റോയൽ നൈറ്റിൽ ഒരു മെമ്പറായി മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നീ ഇപ്പോ നിന്റെ സ്വന്തം സ്ക്വാഡിന്റെ റോബ് ധരിക്കേണ്ട സമയമല്ലേ സോറ ഐഡിയൽ? നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ജസ്റ്റ് ഇതുവഴി കടന്നുപോയ ഒരു സൂപ്പർ മേജ് മാത്രമാണ് എന്ന് പറഞ്ഞ് സോറ അവിടെ നിന്നും പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ബ്ലാക്ക് ബുള്ളിന്റെ ഹൈഡൌട്ടിൽ കിളിയും പോയി മേപ്പോട്ട് നോക്കിയിരിക്കുന്ന ആസ്തേനെയാണ്. അനങ്ങാതെ ഒരു സ്റ്റാച്ചു പോലെ ഇരിക്കുന്ന അവനെ തന്നെ നോക്കി നിൽക്കുവാണ് മറ്റു മെമ്പേഴ്സ്. മത്സരത്തിൽ വിജയിക്കാൻ സാധിക്കാത്തത് അവനെ ഒരുപാട് ബാധിച്ചെന്ന് തോന്നുന്നു. ഞാൻ നിന്നെ പിടിക്കും, തീർച്ചയായിട്ടും ഞാനൊരു വിസാർഡ് കിങ് ആയി മാറിയിരിക്കും. ചെറുപ്പം തൊട്ടേ തന്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ യഥാർത്ഥ പവർ കണ്ടതുകൊണ്ടായിരിക്കും അവൻ ഇങ്ങനെ പറ്റിയത്. അതെ, ഒരുപക്ഷെ തന്റെ എതിരാളി തന്നെക്കാൾ വളർന്നുവെന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും. ഓരോ ദിവസം കൂടുമ്പോഴും ആ കാര്യം അവന്റെ ഉള്ളിൽ അലയടിച്ചുകൊണ്ടേയിരിക്കും. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. അവനുമായിട്ട് ഒരു ജീവമരണ പോരാട്ടം നടത്തിയാലോ? ഒരുപക്ഷെ അവനിൽ നിന്നും പറന്നുപോയ കിളികളെ തിരിച്ചു കൊണ്ടുവരാൻ അത് അവനെ സഹായിക്കും. ലൈറ്റ്നിങ് മാജിക് എന്ന് പറഞ്ഞ ലക്ക് അവന്റെ മാജിക് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങുന്നു. എല്ലാവരും ചേർന്ന് അവനെ അതിൽ നിന്നും തടയുന്നു. അപ്പോഴാണ് വെള്ളമടിച്ച് പാമ്പായി വെനസ അങ്ങോട്ട് വരുന്നത്. വെള്ളമടിച്ച് ബോധമില്ലാതെ അവൾ എന്തൊക്കെയോ അവനോട് പറയുന്നു. അവരെന്താ അവിടെ ചെയ്യുന്നേ? ഒരു പക്ഷെ അവൻ അങ്ങനെ ഇരിക്കുന്നതിന് കാരണം അവന്റെ കോൺഫിഡൻസ് മൊത്തം ഇല്ലാതായതുകൊണ്ടായിരിക്കും. നമ്മൾ വിചാരിച്ചാൽ അവന് കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും എന്ന് പറഞ്ഞില്ലൊക്കെ അവനെ ഒറ്റ ചവിട്ടങ്ങ് ചവിട്ടുന്നു. ഹേയ്, റോയൽ നൈറ്റ് സെലക്ഷൻ ടെസ്റ്റിന്റെ റിസൾട്ട് ഏത് നിമിഷവും ആ മൂങ്ങ ഇങ്ങോട്ട് കൊണ്ടുവരും. അതേ അവസ്ഥ നീ എങ്ങാനും അതിലൊരു മെമ്പർ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ എതിരാളിയായി നിനക്ക് കാണാം. എന്നിട്ട് നിന്റെ ആഗ്രഹം പോലെ ഇനിയും മുകളിലോട്ട് പോകാം. പക്ഷേ ഞാൻ അതിലൊരു മെമ്പറായി മാറുവോ? ഞാൻ അതിൽ അവസാനം വരെ പിടിച്ചു നിന്നില്ല. ഹേയ് ആസ്ത, അങ്ങനെയൊന്നുമല്ല. നീ നിന്നെ തന്നെ വിശ്വസിക്കണം. ഞാൻ അതിൽ വിജയിച്ചതുകൊണ്ട് ഞാൻ അതിലൊരു മെമ്പർ ആയിരിക്കുമെന്ന് എനിക്ക് ഇപ്പൊ തന്നെ അറിയാം. ഹേയ്, നീ വിജയിക്കാൻ കാരണം ആ യൂനോ അല്ലേ? അവനോട് നീ നന്ദി പറയണം. എക്സ്ക്യൂസ് മീ, നിന്റെ മാജിക്കിന് നിന്റെ പൊരുത്തം നഷ്ടപ്പെട്ടു. നീ ഒരു കുറ്റവാളിയാ. ഹേയ്, നിന്റെ സീനിയറിനോട് നീ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടേ? അങ്ങനെ അവർ അടികൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ചാർമിനെ കാണുന്നത്. യൂനോയെ ആലോചിച്ച് അവൾ അവിടെ ഫുഡ് കഴിച്ചോണ്ടേ ഇരിക്കുവാണ്. എത്ര കഴിച്ചിട്ടും അവൾക്കത് മതിയാകുന്നില്ല. ഹേയ് ആസ്ത, ഇതിന് നിനക്കൊന്നും പറയാനില്ലേ? അപ്പോഴും ആസ്ത വായം പൊളിച്ച് മേപ്പോട്ട് നോക്കിയിരിക്കുവാണ്. അപ്പോഴാണ് ക്യാപ്റ്റൻ യാമി അങ്ങോട്ട് വരുന്നത്. ഹേയ് ഗൈസ്, നമുക്ക് കുളിക്കാൻ പോയാലോ? ഒരു കുളിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹാപ്പി ആയിരിക്കും. ശരി വാ, നമുക്ക് പോകാം എന്ന് ക്യാപ്റ്റൻ യാമി പറയുന്നു. ഏയ്, ഞാനിപ്പോഴും ഓക്കെ ആണെന്ന് തോന്നുന്നു എന്ന് ആസ്തയും പറയുവാണ്. ഇത് കേട്ട് ആസ്തയുടെ തലയും പിടിച്ച് പൊക്കിക്കൊണ്ടു പോവാണ് ക്യാപ്റ്റൻ യാമി. അങ്ങനെ ഇളം ചൂടുവെള്ളത്തിൽ കുളിച്ചോണ്ടിരിക്കുന്ന അവരുടെ തൊട്ടപ്പുറത്ത് ലേഡീസും കുളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് കുളിച്ചോണ്ടിരിക്കുന്ന ഗ്രേക്ക് നാണം തോന്നുന്നത്. അവൾ അവന്റെ പഴയ രൂപത്തിലോട്ട് പോകുന്നു. എന്താ അവിടെ ഇത്ര ശബ്ദം? ഇതൊക്കെ എന്നെ പഴയ ഓർമ്മകളിലോട്ട് കൊണ്ടുപോകുന്നു. ഒരിക്കൽ ഇന്ന് കാണുന്ന അക്വാഡിയറിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ജൂലിയസ്. അന്ന് അതിന്റെ പേര് ഗ്രേഡിയർ എന്നായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഗ്രേഡിയറിലെ ഒരു മെമ്പറായി മാറുന്നത്. അപ്പോഴാണ് ക്യാപ്റ്റൻ യാമി ഒരു കഥ പറയുന്നത്. ഒരിക്കൽ ഞാൻ മീൻ പിടിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ആ കാര്യം നടക്കുന്നത്. വളരെ വിശന്ന് വലഞ്ഞ് മീൻ പിടിച്ചോണ്ടിരിക്കുന്ന ക്യാപ്റ്റൻ യാമിയുടെ ചൂണ്ടയിൽ എന്തോ ഒന്ന് കൊളത്തുന്നു. ചൂണ്ട പൊക്കി നോക്കിയ ക്യാപ്റ്റൻ യാമിക്ക് ഒരു തൊണ്ട് പോലും കിട്ടിയില്ല. കടലിൽ പോയി മീൻ പിടിക്കുന്ന ക്യാപ്റ്റൻ യാമിക്ക് തോട്ടിൽ നിന്ന് മീനൊന്നും കിട്ടുന്നില്ല. അപ്പോഴാണ് അവന്റെ പുറകിലൂടെ ആരൊക്കെയോ വരുന്നത്. എന്ന പുറകിലൂടെ തന്നെ ആക്രമിക്കാൻ ആളുകൾ വരുന്നുണ്ടെന്നുള്ള കാര്യം ക്യാപ്റ്റൻ യാമിക്ക് മനസ്സിലാകുന്നു. നിങ്ങളിപ്പോ ഒരു ഫൈറ്റിനാണ് വന്നതെങ്കിൽ നിങ്ങൾക്ക് സമയം തെറ്റിയിരിക്കുന്നു. ഞാനിപ്പോ വളരെ വിശന്നിട്ടാണ് ഇരിക്കുന്നത്. ആ ഒരു ദേഷ്യത്തിൽ എന്റെ അടുത്തുനിന്ന് ഒരു ദാക്ഷിണ്യവും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇത് കേട്ട് അവർ പേടിക്കുന്നു. അപ്പോഴാണ് അവരിൽ ഒരു അപ്പൂപ്പൻ മുന്നോട്ട് വരുന്നത്. സാർ മാജിക് നൈറ്റ്, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തത് സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് അവർ അവർക്ക് ഫുഡ് കൊടുക്കുന്നു. ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇനിയും കൂടുതൽ ഞങ്ങൾ തരാം. ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞപ്പോ യാമി അതിന് സമ്മതിക്കുന്നു. ഞങ്ങളുടെ ഈ ഗ്രാമത്തിൽ ഈ വർഷത്തെ വിളവെടുപ്പിനുള്ള സമയമായിരിക്കുന്നു. സമൃദ്ധമായ ഒരു വിളവെടുപ്പ് ഈ വർഷം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ശ്രദ്ധിച്ചു വളർത്തിയുണ്ടാക്കിയ വിളകളെല്ലാം ഞങ്ങൾ ശേഖരിക്കുന്നത് വരെ അവർ കാത്തിരിക്കുന്നു. അവരോ? അതെ, കൊള്ളക്കാർ. അത് മോഷ്ടിക്കാൻ അവരെപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരും. റോയൽ ക്യാപിറ്റലിലോട്ട് ഇതിനെപ്പറ്റി ഞങ്ങൾ ഒരു അപ്പീൽ കൊടുത്തിരുന്നു. പക്ഷേ അവർ ഇരകളാക്കിയ ഒരേ ഒരു ഗ്രാമം ഞങ്ങളുടേത് മാത്രമല്ലെന്ന് തോന്നുന്നു. മറ്റു ഗ്രാമത്തെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ ഗ്രാമത്തെയാണ് അവർ കൂടുതലും അറ്റാക്ക് ചെയ്യാത്തത്. ഓ, അപ്പൊ ഇങ്ങോട്ട് വരുന്ന കൊള്ളക്കാരെ ഞാൻ തടയണമല്ലേ? നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യവും 3 നേരം ഫുഡും ഞങ്ങൾ തരാം. ഇത് കേട്ട് യാമിക്ക് ദേഷ്യം വരുന്നു. ഒരു മാജിക് നൈറ്റ് ഫുഡിന് വേണ്ടി എന്തും ചെയ്യുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല, ഞങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് തരാൻ പണമില്ല.
കഴിഞ്ഞ വർഷം ഞങ്ങൾ ഉണ്ടാക്കിയതെല്ലാം ആ കൊള്ളക്കാർ കൊള്ളയടിച്ചു. ഞങ്ങളെ കൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. നിങ്ങൾക്ക് തന്ന ആ ഫുഡ് പോലും ഞങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചതിൽ നിന്നുള്ളതാ. 3 നേരം ഫുഡ് മാത്രം തന്നിട്ട് കാര്യമില്ല. എനിക്ക് നല്ല രീതിയിൽ ഉറങ്ങുകയും വേണം. ഈ ഡീലിന് നിങ്ങൾക്ക് ഓക്കെ ഇല്ലെങ്കിൽ ആ കൊള്ളക്കാരിൽ നിന്ന് നിങ്ങളെയോ നിങ്ങളുടെ ഗ്രാമത്തെയോ ഞാൻ സംരക്ഷിക്കില്ല. ശരി, എനിക്ക് ഉറങ്ങേണ്ട സമയമായി എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ യാമി എഴുന്നേക്കുന്നു. 1 മിനിറ്റ് സാർ. മാജിക് നൈറ്റ്, നിങ്ങളുടെ പേരെന്താ? യാമി. യാമി സുക്കിഹീറോ. പിന്നീട് നമ്മൾ കാണുന്നത് ഇവര് പറഞ്ഞ ആ കൊള്ളക്കാരെയാണ്. ഈ വർഷത്തെ ആ ബെമ്പർ നിങ്ങൾ കാണുന്നുണ്ടോ? ഇതെല്ലാം നമ്മൾ വേരോടെ പിഴുതെടുത്ത് കൊണ്ടുപോകും. പക്ഷേ ഈ ചാക്ക് കണക്കിന് സാധനങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വരുമെന്ന് തോന്നുന്നു. അത് കുഴപ്പമില്ല. സ്പെഷ്യൽ മാജിക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത് ഉപയോഗിച്ച് ഈ കാണുന്നതെല്ലാം പെട്ടെന്ന് ഹൈഡൌട്ടിലോട്ട് എത്തിക്കാം. ഓ, എക്സലന്റ്. ശരി, തുടങ്ങാനുള്ള സമയമായി. ആരെങ്കിലും ഇതിനിടയിൽ കയറി വന്നാൽ അവരെ അങ്ങ് ഇല്ലാതാക്കിയേക്ക്. അങ്ങനെ ആ ഗ്രാമത്തിലെ വിളകളെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോകാൻ അവർ ആ ഗ്രാമത്തിലോട്ട് ഇറങ്ങുന്നു. ഗ്രാമത്തിലെ കളപ്പുര അന്വേഷിച്ചു പോകുന്ന ഒരുത്തിനെ യാമി അടിച്ച് താഴെ ഇടുന്നു. നിന്നെയൊക്കെ ഇവിടെ നിന്നും ആട്ടി ഓടിച്ചാൽ വീണ്ടും നിങ്ങളെ ഇങ്ങോട്ട് വരും. സോ ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ നിന്നെയൊക്കെ ഞാൻ പറഞ്ഞു വിടും. അങ്ങനെ തന്റെ മുമ്പിൽ വരുന്ന ഓരോരുത്തരെയും എണ്ണി എണ്ണി അടിച്ച് താഴെ ഇടുവാണ് അവൻ. അങ്ങനെ അടിച്ച് താഴെട്ടവരെയൊക്കെ എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരുപാട് പേർ മാജിക് ഉപയോഗിച്ച് അവന്റെ അടുത്തോട്ട് വരുന്നത്. ഓ ഡിയർ, അവരെ സഹായിക്കാൻ ഒരു മാജിക് നൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഓ, നീയാണല്ലേ ഈ ക്രൂവിന്റെ ബോസ്. ഇന്ന് ഒരുപാട് പ്രാണികളെ ഒരുമിച്ചില്ലാതാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് പ്രാണികൾ ചേർന്നാൽ ഒരു തിമിംഗലത്തെ വരെ വീഴ്ത്താൻ സാധിക്കും. കമോൺ ബോയ്സ്, നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് അവന് കാണിച്ചു കൊടുക്ക. സോ ഒരുപാട് പേർ ചുറ്റിലും നിന്ന് യാമി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുകയാണ് യാമി. നിങ്ങളെ ഓരോരുത്തരെയാണെങ്കിലും എല്ലാത്തിനെയും ഞാൻ അടിച്ച് താഴെ ഇട്ടിരിക്കും എന്ന് പറഞ്ഞ് അവർക്ക് നേരെ പോവാണ് യാമി. അവരുടെ മാജിക് പവർ ഉപയോഗിച്ച് യാമിയെ അവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. പെട്ടെന്നാണ് യാമിയുടെ മുമ്പിൽ ഒരു ഷീൽഡായിട്ട് ഒരു വലിയ മരം പ്രത്യക്ഷപ്പെടുന്നത്. ഇത് കണ്ട് അവർക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. അതിന്റെ മുകളിൽ നിന്നും ചാടി വന്ന യാമി അവരെ അങ്ങ് വെട്ടി താഴെ ഇടുന്നു. അപ്പോഴാണ് ആ മരത്തിന് പുറകിൽ നിന്നും ഒരാൾ മുന്നോട്ട് വരുന്നത്. ഹേയ്, ആരാ നീ? ഹേയ്, ഞാനൊരു ശത്രു ഒന്നുമല്ല. വിയർഡായിട്ടുള്ള ഷൂസ്, വിയർഡായിട്ടുള്ള പാൻസ്, വിയർഡായിട്ടുള്ള കോസ്റ്റ്യൂം, വിയർഡായ ക്യാപ്പ്, പിന്നെ ആ മാസ്ക്. ഹേയ്, എങ്ങനെയൊക്കെ നോക്കിയിട്ടും ചുറ്റിലുള്ളവരിൽ ഏറ്റവും വിയർഡായിട്ടുള്ളത് നിങ്ങളാണ്. യാമി എന്നല്ലേ നിന്റെ പേര്? നീ പുറകിലുള്ളവരെ നോക്കിക്കോ, ഇവരെ ഞാൻ നോക്കിക്കോളാം. ഹേയ്, എന്നെ കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് അവരെ അറ്റാക്ക് ചെയ്യാൻ പോവാണ് യാമി. യാമി തന്റെ സോഡ് ഉപയോഗിച്ച് ഓരോരുത്തരെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് മരങ്ങൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ കെട്ടിയിടുവാണ് വില്യം. ഇവൻ എന്റെ മൈൻഡ് റീഡ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ കീയും ഒരേ വേവ് ലെങ്ത് ആണെന്ന് തോന്നുന്നു. സോ തന്റെ കൂടെ വന്നവരെയൊക്കെ അടിച്ചിടുന്നത് കണ്ട് അവരുടെ ബോസ് വായും പൊളിച്ച് നോക്കി നിൽക്കുന്നു. ഇല്ല, എങ്ങനെ ഇവർ രണ്ടുപേരും ഇത്രയും പേരെ താഴെ ഇട്ടു? അടുത്തത് നീയാ എന്ന് പറഞ്ഞ് യാമി ആ ബോസിന് നേരെ ഓടുന്നു. ഹേയ്, ഒരു പോർട്ടൽ ഓപ്പൺ ആക്ക് പെട്ടെന്ന്. സോ ആ ബോസിനെ പോർട്ടൽ വഴി രക്ഷപ്പെടാൻ സഹായിച്ചവനെ യാമിയും വില്യമും പിടിക്കുന്നു. ഹേയ്, നീ എന്തിനാ അവനെ രക്ഷപ്പെടാൻ അനുവദിച്ചത്? പിന്നീട് നമ്മൾ കാണുന്നത് അടികൊണ്ട് പഞ്ചറായി കിടക്കുന്ന ആ മേജനെയാണ്. നിന്റെയൊക്കെ ബോസ് ഒരു പക്ഷേ രക്ഷപ്പെട്ടു കാണും. എന്നാൽ നിങ്ങൾ ഒരുത്തനെ പോലും ഞങ്ങൾ വെറുതെ വിടില്ല. ഇനി ഒരിക്കലും ഈ ഗ്രാമത്തെയോ മറ്റൊരു സ്ഥലത്തെയോ നിങ്ങൾക്ക് ആക്രമിക്കാൻ സാധിക്കില്ല. അത് ശരിയാ? വെയിറ്റ്, ഞാൻ ചോദിച്ചതിന് നിങ്ങൾ മറുപടി പറഞ്ഞില്ലല്ലോ. പറ, ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഓ, അതോ, നീ വളരെയധികം ഫേമസ് അല്ലേ? പുറം രാജ്യത്തിൽ നിന്നും വന്ന് ഗ്രേഡിയറിലെ ഒരു മെമ്പറായി മാറിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. ഓ ശരി, അപ്പോ നീ ആരാ? ഞാനും ഗ്രേഡിയറിലെ ഒരു മെമ്പറാണ്. എന്റെ മിഷൻസ് കൂടുതലായിട്ടും റോയൽ ക്യാപിറ്റലിൽ വെച്ചായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല. ഇവിടെ അടുത്ത് ഇന്നൊരു മിഷൻ ഉണ്ടായിരുന്നു, അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഓ ശരിയാ, വിചിത്രമായ ഒരു മുഖംമൂടി ധരിച്ച ഒരാളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അത് നീ ആയിരുന്നല്ലേ? ഈ മാസ്ക് എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളുടെ സമ്മാനമാണ്. ഇത് തന്നയാൾ നിനക്ക് വളരെ സ്പെഷ്യൽ ആയിരിക്കാം, പക്ഷെ ഈ മാസ്ക് അത് വളരെ വിയർഡാ. അതുപോട്ടെ, ആരായിരുന്നു ആ സ്പെഷ്യൽ പേഴ്സൺ? ഇത് കേട്ട് വില്യം ജൂലിയസിനെ പറ്റി ആലോചിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം ആവുന്നു. ആ ഗ്രാമത്തെ കൊള്ളക്കാരിൽ നിന്നും രക്ഷിച്ചതുകൊണ്ട് അവിടെയുള്ള ആളുകൾ യാമിയോട് നന്ദി പറയുന്നു. ഹേയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇത്രയും രുചികരമായ ഭക്ഷണം തന്നതിൽ ഞാൻ വേണം നന്ദി പറയാൻ എന്ന് പറഞ്ഞ് യാമി അവിടെ നിന്നും പോകുന്നു. അങ്ങനെ വീണ്ടും ആ തോടിന്റെ അരികിലിരുന്ന് അവർ കൊടുത്ത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് യാമി. ഹേയ്, നിനക്ക് വേണോ? ഹേയ്, നോ താങ്ക്സ്. ഈ ഗ്രാമമാണ് നിന്നെ ആ ജോലി ഏൽപ്പിച്ചത്. അതിൽ നിന്നുള്ള കൂലിയും നിനക്ക് മാത്രം ഉള്ളതാ. ശരി, എന്താണ് നിന്റെ അടുത്ത പ്ലാൻ? പ്ലാൻ ഒന്നുമില്ല, എനിക്ക് കുറച്ച് ട്രെയിനിങ് ചെയ്യാനുണ്ട്. നീ ഫ്രീ ആണെങ്കിൽ എന്റെ കൂടെ ജോയിൻ ചെയ്യാം എന്ന് യാമി അവരോട് പറയുന്നു. ഇല്ല, എനിക്കൊരു മിഷൻ ഉണ്ട്, അതിന് പോയേ പറ്റൂ. ശരി, എവിടെങ്കിലും വെച്ച് കാണാം എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്നും പോകുന്നു.
ഹേയ്, നീയും ഞാനും ഇന്ന് വ്യത്യസ്ത വഴിയിലൂടെ പോകുന്നുണ്ടെങ്കിലും ഒരു ദിവസം അത് ഒരേ വഴിയിലായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് കേട്ട് യാമിക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. ഒരേ വഴിയിലോ? അങ്ങനെയെങ്കിൽ അത് നിന്നെ എന്റെ എതിരാളിയായി മാറ്റും. ആദ്യം നിന്നെക്കാൾ മുൻപ് ഒരു മാജിക് നൈറ്റ് ക്യാപ്റ്റനായി ഞാൻ മാറും. ഇല്ല, എന്നെ തോൽപ്പിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കില്ല. ഓ, ആദ്യം ആരാണ് അവിടെ എത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ഹേയ്, ഒരു മിനിറ്റ് അവിടെ നിൽക്ക് മാസ്ക് ബോയ്. ഇത്രയൊക്കെ ആയിട്ടും നീ നിന്റെ പേര് മാത്രം എന്നോട് പറഞ്ഞില്ല. ഓ ശരിയാ, വില്യം വാൻജൻസ്. ദാറ്റ്സ് മൈ നെയിം. വാൻജൻസ്. നിന്റെ ഔട്ട്ഫിറ്റ് പോലെ തന്നെ അതും വളരെ വിയർഡാ. ശരി, പിന്നെ എപ്പോഴെങ്കിലും കാണാം യാമി. ഓക്കെ എന്ന് പറഞ്ഞ അവർ രണ്ടുപേരും രണ്ടു വഴിക്ക് പോകുന്നു. അതെ, അതായിരുന്നു ആ ഗോൾഡൻ മാസ്ക് ഇട്ടവനുമായിട്ടുള്ള എന്റെ ആദ്യത്തെ ബാറ്റിൽ. സോ വർഷങ്ങളായി ഇന്നും മുന്നോട്ട് പോകുന്ന സൗഹൃദപരമായിട്ടുള്ള മത്സരം ഇരുവരും പങ്കിട്ടു.